എറണാകുളത്ത് BJP ഒരു കാരണവശാലും ഒരു 10% കൂടുതൽ വോട്ട് മേടിക്കില്ല. അതെല്ലാവർക്കും അറിയാം. അവിടെ ജയിക്കില്ല എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് 6 പേര് മത്സരിക്കുന്നത്? ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കഴിഞ്ഞാൽ പിരിവ് നടത്താം, കാശുണ്ടാക്കാം. തോറ്റാലും ജയിച്ചാലും ഒരു 2 കോടി രൂപ മിച്ചം വയ്ക്കാം. അതാണ് രാഷ്ട്രീയം. എറണാകുളത്ത് BJP ഒരു കാരണവശാലും ഒരു 10% കൂടുതൽ വോട്ട് മേടിക്കില്ല. അതെല്ലാവർക്കും അറിയാം. അവിടെ ജയിക്കില്ല എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് 6 പേര് മത്സരിക്കുന്നത്? ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കഴിഞ്ഞാൽ പിരിവ് നടത്താം, കാശുണ്ടാക്കാം. തോറ്റാലും ജയിച്ചാലും ഒരു 2 കോടി രൂപ മിച്ചം വയ്ക്കാം. അതാണ് രാഷ്ട്രീയം. എറണാകുളത്ത് BJP ഒരു കാരണവശാലും ഒരു 10% കൂടുതൽ വോട്ട് മേടിക്കില്ല. അതെല്ലാവർക്കും അറിയാം. അവിടെ ജയിക്കില്ല എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് 6 പേര് മത്സരിക്കുന്നത്? ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കഴിഞ്ഞാൽ പിരിവ് നടത്താം, കാശുണ്ടാക്കാം. തോറ്റാലും ജയിച്ചാലും ഒരു 2 കോടി രൂപ മിച്ചം വയ്ക്കാം. അതാണ് രാഷ്ട്രീയം.